കേരളത്തിൻ്റെ ആദ്യ മന്ത്രിസഭയിലെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ പ്രാതിനിധ്യമായിരുന്ന KR ഗൗരിയമ്മ മുതൽ സുശീല ഗോപാലൻ മുതൽ ഇങ്ങോട്ടുള്ള വളരെ കരുത്തുള്ള വനിതാ നേതാക്കൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലത്ത് നിന്ന് മാറി നമ്മൾ മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ശക്തരായ വനിതാ നേതാക്കൾ ഉയർന്നു വരാത്തൊരു സാഹചര്യം, അത് പ്രത്യേകിച്ചും കേരളത്തിലാകുമ്പോൾ വളരെയധികം വിമർശിക്കപ്പെടുന്ന ഒന്നാണ്. കാരണം മറ്റെല്ലാ മേഖലയിലും സാംസ്കാരികപരമായി, വിദ്യാഭ്യാസപരമായി, സാമൂഹിക വികസനത്തിനകത്തെല്ലാം തന്നെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം. പക്ഷേ രാഷ്ട്രീയത്തിനകത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നമ്മൾ വളരെ പുറകിൽ നിൽക്കുന്നു എന്നുള്ളത് കേരളം നേടുന്ന മറ്റെല്ലാ പുരോഗമനപരമായ നേട്ടങ്ങൾക്കും ഒരു അപമാനപരമായി നിൽക്കുന്നിടത്താണ് KK ശൈലജ എന്നുള്ള രാഷ്ട്രീയ നേതാവ് അതിഗംഭീരമായി കേരളത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരുന്നത്. 2016 കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ KK ശൈലജ അങ്ങേയറ്റം പ്രതിസന്ധിയുടെ മുനമ്പിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ തൻ്റെ പ്രവർത്തനം എത്ര മികവോടുകൂടിയാണ് നിർവഹിച്ചത് എന്നുള്ളത് രാജ്യത്തിന് തന്നെ ഏറ്റവും അഭിമാനകരമായ ഒന്നായിരുന്നു. ലോകത്തുടനീളമുള്ള വിവിധങ്ങളായ മാഗസിനുകൾ, മാധ്യമപ്രവർത്തകർക്കിടയിലെല്ലാം അവർ വളരെ ഗംഭീരമായി ഷോക്കേസ് ചെയ്യപ്പെട്ടു. അവരുടെ അഭിമുഖങ്ങൾ എടുക്കാൻ വേണ്ടി, അവരുടെ ഫീച്ചറുകൾ എടുക്കാൻ വേണ്ടി അന്താരാഷ്ട്ര മാധ്യമപ്രവർത്തകർ കേരളത്തിലേക്ക് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും പ്രതിസന്ധിയുടെ മുൻപിൽ KK ശൈലജയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നുള്ളത് പഠിക്കാൻ വേണ്ടി ധാരാളം സംഘങ്ങൾ കേരളത്തിലെത്തുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിലെല്ലാം വളരെ ഗംഭീരമായി കേരളത്തിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ തന്നെയും അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള ഘട്ടത്തിലെല്ലാം തന്നെ തൻ്റെ ഒരു എന്താ പറയുക ശക്തിയെ, അല്ലെങ്കിൽ തൻ്റെ ഒരു കാഴ്ചപ്പാടിനെ, തൻ്റെ നേതൃമികവിനെ, തൻ്റെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലുള്ള കെട്ടുറപ്പിനെ എല്ലാം ഗംഭീരമായ പ്രവർത്തനത്തിലൂടെ കേരളത്തിൻ്റെ ഒരു എന്താ പറയുക ഭാവി പ്രതീക്ഷയായി ഉയർന്നു വന്ന ഒരു പ്രതീകമായിരുന്നു KK ശൈലജ. അത് കേവലം ഒരു കക്ഷി രാഷ്ട്രീയ പ്രാതിനിധ്യം പോലും ആയിരുന്നില്ല. ഒരു CPM നേതാവ് അല്ലെങ്കിൽ ഒരു CPMൻ്റെ മന്ത്രി എന്നുള്ളതിനപ്പുറം ഒരു സവിശേഷമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രാതിനിധ്യമായി ശൈലജ ടീച്ചർ, നമ്മുടെ ടീച്ചർ എന്നുള്ള ഒരു ഇമേജോട് കൂട്ടിയിട്ട് അങ്ങ് ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എല്ലായിടങ്ങൾക്കും കുട്ടികൾക്കിടയിൽ അവർ വളരെ സ്വീകാര്യരാകുന്നു. വീടകങ്ങളിലുള്ള സ്ത്രീകൾക്ക് അവർ തങ്ങൾക്ക് പ്രിയപ്പെട്ട, തങ്ങളെ കൂടി പ്രതിനിധീകരിക്കുന്ന ഒരു നേതാവ് ഞങ്ങൾക്കുണ്ട് എന്നുള്ളൊരു ഫീൽ അവർക്കുണ്ടാകുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരുടെ സംസാരങ്ങൾ, അവരുടെ ഇടപെടലുകളൊക്കെ തന്നെ കേരളത്തിൻ്റെ എല്ലാ സാമൂഹിക മേഖലകളിലുള്ള ആളുകൾ അവരെ സ്വീകരിക്കുന്നു. സിനിമാ മേഖലയ്ക്കകത്ത്, സാംസ്കാരിക മേഖലയ്ക്കകത്ത്, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീകമായി അവർ ഉയർന്നു വന്ന് തൊട്ടടുത്തുള്ള ഇലക്ഷനെ നേരിടുന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള ചോദ്യത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾ അവരുടെ പേര് ഓപ്റ്റ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി വന്ന ഒരു വലിയ കുതിപ്പ് KK ശൈലജ എന്നുള്ള നിലയിലുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ വലിയ ആഴത്തിലുള്ള ജനകീയതയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. VS പോലുള്ള മഹാനായ മനുഷ്യരുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ സമീപകാലത്ത് ജനങ്ങൾക്കിടയിലുള്ള വളരെ ആഴത്തിലുള്ള സ്വാധീനവും ജനങ്ങളുടെ വലിയ വിശ്വാസ്യതയും ജനപിന്തുണയൊക്കെയുള്ള വലിയ നേതാക്കൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് KK ശൈലജ എന്നുള്ള പേര് അത്തരത്തിലുള്ള ഒരു ഫോർമാറ്റിലേക്ക്, ആ ഒരു ടെംപ്ലേറ്റിലേക്ക് ഉയർന്നു വരുന്നത്. ഇന്നൊരു പക്ഷേ അതേ രീതിയിൽ ആവർത്തിച്ചിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ KK ശൈലജയ്ക്ക് ആ നിലയ്ക്ക് സീറ്റ് നിഷേധിക്കപ്പെടുകയോ അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ തെരുവുകളിലുടനീളം KK ശൈലജയ്ക്ക് വേണ്ടി മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരേണ്ടിയിരുന്ന ഒരു സാഹചര്യം രൂപപ്പെടേണ്ട ഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നമുക്കറിയാം, മുമ്പ് VS സീറ്റ് നിഷേധിക്കപ്പെട്ട സമയത്ത് നീലേശ്വരത്തും ഷൊർണൂരിലും കോഴിക്കോടൊക്കെ തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളും വിദ്യാർത്ഥികളൊക്കെ തെരുവിലിറങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ VS വേണ്ടിയിട്ട്. അതായത് പാർട്ടിയുടെ ഘടനാപരമായ തീരുമാനങ്ങൾക്കെതിരെ കുറെ കൂടെ ജനകീയമായ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ അടിത്തട്ടിലേക്ക് ഇറങ്ങിയ ഒരു രീതി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആ ഒരു ഫോർമാറ്റിലേക്ക് കേരളത്തിൻ്റെ ഒരു മുഖ്യധാര രാഷ്ട്രീയ പരിസരത്ത് വളരെ ജനകീയമായ വേരോടുകൂടി ഉയർന്നു വരേണ്ടിയിരുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു KK ശൈലജ. ആ നിലയ്ക്കുള്ള ഒരു കരിസ്മയോട് കൂടിയിട്ടായിരുന്നു അവർ മുന്നോട്ട് പോയത്. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ KK ശൈലജ മാറ്റി നിർത്തപ്പെടുന്നു. തുടർഭരണം ഉണ്ടായി. രണ്ടാമത്തെ മന്ത്രിസഭ രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും കേരളം മുഴുവൻ ആഗ്രഹിച്ചത് ആരോഗ്യമന്ത്രി എന്നുള്ളതിനേക്കാൾ മികച്ചൊരു തരത്തിൽ അവർ പ്ലേസ് ചെയ്യപ്പെടുന്നുള്ളതായിരുന്നു. പക്ഷേ ആരോഗ്യമന്ത്രിയായി പോലും അവർക്ക് തുടർച്ചയുണ്ടായില്ല. തുടർച്ച എന്നുള്ളതിൻ്റെ മാനദണ്ഡം വളരെയധികം എന്താ പറയുക ചിട്ടയോടുകൂടി പാർട്ടിയുടെ സിസ്റ്റത്തിലേക്ക് ചുരുങ്ങിയപ്പോൾ അവിടെ തകർക്കപ്പെട്ടത് അല്ലെങ്കിൽ തടയപ്പെട്ടത് KK ശൈലജ എന്ന ആ ഒരു രാഷ്ട്രീയ പ്രാതിനിധ്യം കേരളത്തിൻ്റെ ഒരു സാമൂഹിക അടരുകളിൽ ഉണ്ടാക്കിയ ഒരു കരുത്തുകൂടിയാണ് അവിടെ തടയപ്പെട്ടത്. തുടർന്ന് സംഭവിക്കുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം, തുടർന്നുള്ള വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KK ശൈലജ ഷാഫി പറമ്പിലിനെതിരെ മത്സരിക്കുന്നതോടുകൂടി നമുക്കറിയാം കേരളത്തിൽ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടെ ഏറ്റവും മോശം രാഷ്ട്രീയ ചർച്ചകളും ഏറ്റവും മോശമായ രാഷ്ട്രീയ പ്രയോഗങ്ങളും നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു വടകരയിൽ നടന്നത്. വടകരയ്ക്ക് ശേഷമുള്ള KK ശൈലജയുടെ ഒരു ഇമേജ്, വടകരയിൽ ഉണ്ടാകുന്ന പരാജയം തന്നെയും അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ശോഭ കെടുത്തുന്നു എന്നുള്ളത് മാത്രമല്ല, ആ സമയത്ത് നടന്ന പ്രചരണങ്ങൾ, പ്രത്യേകിച്ചും കള്ളം പറയുന്ന, വ്യാജ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ അവർക്ക് നേരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കോവിഡ് കള്ളി എന്നുള്ള നിലയിലേക്കുള്ള KK ശൈലജ
ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളും പ്രയോഗങ്ങളും അവർക്കെതിരെയുള്ള ചാപ്പയടികളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വളരെ നീചമായ പരാമർശങ്ങളും എല്ലാം കൂടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന കേരളം ആഗ്രഹിച്ചിരുന്ന ആ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പവർ, ആ ഒരു വലിപ്പം എന്താണ് വലിയ രീതിയിൽ കെടുത്തപ്പെടുകയാണ്. ഇത്തരത്തിൽ സമീപകാല കേരളത്തിൽ സമാനതകളില്ലാത്ത വിധത്തിലുള്ള പ്രതിച്ഛായയോടും രാഷ്ട്രീയ കരുത്തോടും കൂടി നിലനിന്നിരുന്ന കെ ശൈലജ എന്ന് പറയുന്ന ആ ഒരു ഫിഗറിനെ ഇല്ലായ്മ ചെയ്യേണ്ടത്, ആ ഒരു രാഷ്ട്രീയ ശരീരത്തെ ഉന്മൂലനം ചെയ്യേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? അത് പ്രതിപക്ഷത്തിൻ്റെ മാത്രം ആവശ്യമായിരുന്നോ? അതല്ലെങ്കിൽ കെ ശൈലജയ്ക്ക് നേരെ നടന്നിട്ടുള്ള ഈ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഗുണഭോക്താക്കൾ ആര് എന്നുള്ള ഗൗരവമായ ഒരു ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്.